ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചാണ്. നാച്ചുറൽ റിസോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ആർ ജനറലി ലിവിങ് റിസോഴ്സസ് ആണ്. ഇങ്ങനെയുള്ള ലിവിങ് റിസോഴ്സാണ് ഫിഷ് ആൻഡ് ഫോറസ്റ്റ് പോലെയുള്ള ലിവിങ് റിസോഴ്സസ് ആണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. കാരണം വീണ്ടും വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന റിസോഴ്സാണ്. നമ്മൾ എടുക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അത് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിച്ച് ക്യാൻ റീസ്റ്റോക്ക് ദംസെൽസ് ഇഫ് ദേ ആർ നോട്ട് ഓവർ ഹാർവെസ്റ്റഡ്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓവർ ഹാർവെസ്റ്റിംഗ് ഇല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മരങ്ങൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ വെട്ടിയെടുക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ സാപ്ലിങ്സ് വെച്ച് പിടിപ്പിച്ച് മരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് വീണ്ടും വീണ്ടും റിന്യൂ ഉണ്ടായിരിക്കും, വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതേസമയത്ത് നമ്മളിതെല്ലാം വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് ഓവർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഇത് നമ്മൾ വെട്ടി നശിപ്പിക്കുന്നു, പക്ഷെ നമ്മൾ വേറെ ഒന്നും തന്നെ കൃഷി ചെയ്യുന്നില്ല അല്ലെങ്കിൽ നട്ട് വളർത്തുന്നില്ല എങ്കിൽ ആ റിസോഴ്സ് തീർന്നു പോകും. അതുപോലെ തന്നെ ഫിഷ് സ്റ്റോക്ക് നമുക്കറിയാമല്ലോ, ഈ ട്രോളിംഗ് നിരോധന സമയത്ത് തന്നെ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് അത് മുട്ടയിട്ട് പരുവാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മീൻ പിടിക്കാൻ പോയാൽ അത് ഓവർ ഹാർവെസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഇതൊക്കെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് നദിയിലോട്ടൊക്കെ ഒഴുക്കുമ്പോഴത്തേക്കും അത് ഈ ഫിഷറീസിൻ്റെ ആ റിസോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഓവർ ഹാർവെസ്റ്റിംഗ് ഉണ്ടാകാതിരുന്നാൽ വീണ്ടും വീണ്ടും റിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യുന്ന റിസോഴ്സസ് ആണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിന്യൂവബിൾ റിസോഴ്സസ് ഗ്രോ ഇൻ ടൈം അക്കോർഡിംഗ് ടു ബയോളജിക്കൽ പ്രോസസ് ആൻഡ് ക്യാൻ റീസ്റ്റോക്ക് ദംസെൽസ് ആൻഡ് ക്യാൻ ബി യൂസ് ഇൻഡെഫിനിറ്റ്ലി ഇഫ് ദേ ആർ യൂസ്ഡ് സസ്റ്റൈനബിളി. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റൈനബിളായിട്ട് യൂസ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കതിനെ എങ്ങനെ തന്നെ ഉപയോഗിക്കാം, ഇൻഡെഫിനിറ്റ്ലി യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നടക്കുന്ന ഒരു ഗ്രോത്ത് ആയതുകൊണ്ടും അതുപോലെ തന്നെ അതിനെ റീസ്റ്റോക്ക് സംഭവിക്കുന്നു. നമ്മൾ സ്റ്റോക്ക് എടുത്തു, വീണ്ടും ആ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യപ്പെടുന്നു ആ സ്ഥാനത്ത് തന്നെ. എവിടെ നമ്മളെടുത്തു ഒരു 10 ക്വാണ്ടിറ്റി എടുത്തെങ്കിൽ വീണ്ടും 10 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 20 ക്വാണ്ടിറ്റി ആയിട്ട് അത് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സസ് ഗ്രോ ചെയ്യുന്നു ഇൻ ടൈം അനുസരിച്ച് ഗ്രോ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ബയോളജിക്കൽ പ്രോസസ്സ്. അതിൽ തന്നെ ഉണ്ടാകുന്ന ബയോളജിക്കൽ പ്രോസസ്സിലൂടെ തന്നെ ഇത് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഗ്രോ ചെയ്യുന്നു. ആൻഡ് ക്യാൻ റീസ്റ്റോക്ക് ദംസെൽസ് ആൻഡ് ക്യാൻ ബി യൂസ് ഇൻഡെഫിനിറ്റ്ലി ഇഫ് ദേ ആർ യൂസ്ഡ് സസ്റ്റൈനബിളി. നമ്മൾ സസ്റ്റൈനബിളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇൻഡെഫിനിറ്റ്ലി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എന്താണ് സസ്റ്റൈനബിൾ യൂസ് എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. അല്ലേ? എന്താണ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ? ഇപ്പോൾ ഉള്ള തലമുറകൾ, നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള തലമുറകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. എങ്ങനെ? വിത്തൗട്ട് കോംപ്രമൈസിങ് ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഭാവി തലമുറയുടെ നീഡ്സിനെ നമ്മൾ എന്ത് ചെയ്യരുത്? കോംപ്രമൈസ് ചെയ്യരുത്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഭാവി തലമുറയ്ക്കും വേണ്ടതാണ് എന്നുള്ള കരുതലോടുകൂടി നമ്മൾ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഓവർ ഹാർവെസ്റ്റിംഗ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ ഹാർവെസ്റ്റിംഗ് പാടില്ല, ഓവർ യൂസ് ഓഫ് റിസോഴ്സ് പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം. കേക്ക് ഈറ്റിംഗ് മോഡലൊക്കെ ഉണ്ട്. ഈ നമ്മുടെ എൻവയോൺമെൻറ്റൽ റിസോഴ്സസിനെ നമുക്ക് ഏതൊരു കേക്കാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് എൻവയോൺമെൻറ്റൽ റിസോഴ്സാണ്, ഇത് എൻവയോൺമെൻറ്റൽ റിസോഴ്സാണിരിക്കുക. ഈ എൻവയോൺമെൻറ്റൽ റിസോഴ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം, അല്ലേ? നമ്മളിത് ഇത്രയും പോർഷൻ നമ്മൾ തിന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്യൂച്ചർ ജനറേഷൻസിന് ഇതിന് ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി നമ്മൾ ഇത്രയേ തിന്നിട്ടുള്ളെങ്കിലോ ഫ്യൂച്ചർ ജനറേഷൻസിന് ഇത്രയും പോർഷൻ കിട്ടുന്നു. നമ്മൾ ഇത്രയേ തിന്നിട്ടുള്ളെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിന് ഇത്രയും കിട്ടുന്നു. അപ്പോൾ എത്ര കേക്ക് തിന്നണം, ദാറ്റ് മീൻസ് എത്ര എൻവയോൺമെൻറ്റൽ റിസോഴ്സ് നമ്മൾ കഴിക്കണം എന്നുള്ളത്
എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? നമ്മുടെ ചോയ്സിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ യൂസ് എന്ന് പറയുന്നത്. നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഇത്രയും കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി വെക്കുന്നു. അതിനെയാണ് സസ്റ്റൈനബിൾ യൂസ് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേക്ക് ഈറ്റിംഗ് മോഡൽ എന്ന് പറഞ്ഞ് എൻവയോൺമെൻറ്റൽ റിസോഴ്സിനെ നമ്മൾ പഠിക്കുന്ന ഒരു മോഡലാണ്. എൻവയോൺമെൻറ്റൽ റിസോഴ്സിനെ കേക്കായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ കേക്ക് പോലെ തന്നെ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഒരാൾ എത്ര പീസ് എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു, ബാക്കി എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് മിച്ചം. അപ്പോൾ അതുപോലെ നമ്മളിവിടെ സസ്റ്റൈനബിളി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇച്ചിരി കരുതലോടുകൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻഡെഫിനിറ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സാണ് ഈ റിന്യൂവബിൾ റിസോഴ്സ്. ബിക്കോസ് ഇറ്റ് ഈസ് ഗ്രോൺ ത്രൂ ദ ബയോളജിക്കൽ പ്രോസസ്സസ് ആൻഡ് ഇറ്റ് ഈസ് റീസ്റ്റോക്ഡ്. ഓക്കെ, ദ ലിവിങ് റിസോഴ്സസ് ലൈക്ക് ഫിഷറീസ് ആൻഡ് ടിമ്പർ ആർ റിന്യൂവബിൾ. ഏതൊക്കെയാണ് റിസോഴ്സസ് ഞാൻ പറഞ്ഞു? റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു. ഫിഷറീസും ടിമ്പറും എല്ലാം. ടിമ്പർ എന്ന് വെച്ചാൽ തടിയാണ് കേട്ടോ, മരത്തിൻ്റെ തടിയാണ്. അപ്പോൾ അതെല്ലാം റിന്യൂവബിൾ റിസോഴ്സസ് തന്നെയാണ്. ദേ ഗ്രോ ഇൻ ടൈം അക്കോർഡിംഗ് ടു ബയോളജിക്കൽ പ്രോസസ്. സെയിം സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. സം നോൺ ലിവിങ് റിസോഴ്സസ് ആർ ഓൾസോ റിന്യൂവബിൾ. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ റിന്യൂവബിൾ ആണല്ലോ, സോറി, ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിവിങ് ആണല്ലോ. ഇപ്പോൾ പറഞ്ഞ ഫിഷറീസും ടിമ്പർ എന്ന് വെച്ചാൽ ജീവനുള്ള വസ്തുക്കളാണ്. അതിങ്ങനെ അതിൻ്റേതായിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേസമയത്ത് നോൺ ലിവിങ്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ടല്ലോ, ജീവനില്ലാത്ത നോൺ ലിവിങ് റിസോഴ്സസും റിന്യൂവബിൾ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സണ്ണിൻ്റെ എനർജി, അതുപോലെ ടൈഡൽ എനർജി, ഇതെല്ലാം നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സാണ്. പക്ഷേ അത് നോൺ ലിവിങ് റിസോഴ്സ്. അതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എത്രയും മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യപ്പെടാവുന്നതാണ് ഈ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ റിസോഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് റിന്യൂവബിൾ വെൻ ദേ ഹാവ് എ കപ്പാസിറ്റി ഫോർ റിപ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത്. എപ്പോഴാണ് എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് റിന്യൂവബിൾ ആകുന്നത്, റിന്യൂ എന്ന് വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്? അതിന് ഒരു റിപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്ന കപ്പാസിറ്റി അതിനുള്ളപ്പോഴാണ്, അല്ലേ? ദ ക്ലാസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ഡൈവേഴ്സ്. നമുക്കറിയാമല്ലോ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ ആ ഒരു ക്ലാസ്, ആ ഒരു വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കണം, വിശാലമായിട്ട് കിടക്കണം. ഇറ്റ് ഇൻക്ലൂഡ്സ് പോപ്പുലേഷൻസ് ഓഫ് ബയോളജിക്കൽ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു? ബയോളജിക്കൽ ഓർഗാനിസംസ് സച്ച് ആസ് ഫിഷറീസ്, ഫോറസ്റ്റ് വിച്ച് ഹാവ് എ നാച്ചുറൽ കപ്പാസിറ്റി ഫോർ ഗ്രോത്ത്. അതിന് സ്വയം തന്നെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു നാച്ചുറൽ കപ്പാസിറ്റി ഈ ബയോളജിക്കൽ ഓർഗാനിസത്തിനും ഈ പോപ്പുലേഷനൊക്കെ ഉണ്ട്. ആൻഡ് വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് സിസ്റ്റംസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ്സ്. ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാകപ്പെടുന്ന ഈ നാച്ചുറൽ റിസോഴ്സസിന് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്? ഗ്രോത്തിൻ്റെയും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റീപ്രൊഡക്ഷൻ്റെയും കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതൊരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻ്റ്, സിമ്പിൾ ഡയഗ്രമാണ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഡയഗ്രമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഓൺ സെൻറ്റൻസിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഇതിനകത്ത് സെൻറ്റൻസൊക്കെ ചിലപ്പോൾ കടുകട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നും, അതുകൊണ്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഈ എക്സ് ആക്സിസിൽ നമ്മൾ ലെവൽ ഓഫ് റിസോഴ്സ് സ്റ്റോക്ക് നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, എക്സ് ആക്സിസിൽ ലെവൽ ഓഫ് റിസോഴ്സ് സ്റ്റോക്ക് മെഷർ ചെയ്യുന്നു. വൈ ആക്സിസിൽ ഗ്രോത്ത് ഇൻ ദ റിസോഴ്സ് സ്റ്റോക്ക് മെഷർ ചെയ്യുന്നു. ഇതെന്ന് വെച്ചാൽ ലെവൽ ഓഫ് റിസോഴ്സ് എത്ര നമുക്കുണ്ട് എന്നുള്ളതാണ്, എത്ര ക്വാണ്ടിറ്റി നമുക്ക് നിലവിലുണ്ടെന്നുള്ളതാണ് ലെവൽ ഓഫ് റിസോഴ്സ് സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുണ്ടാകുന്ന ഗ്രോത്താണ്, ഉള്ളതിൽ ഉണ്ടാകുന്ന ഗ്രോത്താണ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു കേവ് കാണിക്കുന്നല്ലോ, നമ്മുടെ ഈ ഒരു കേവ്, ഇതാണ് ഗ്രോത്തിനെ കാണിക്കുന്നത്. റിസോഴ്സ് സ്റ്റോക്കിൻ്റെ ഗ്രോത്തിനെ കാണിക്കുന്ന ഒരു കേവാണ് ഈ സോളിഡ് കേവ് എന്നാണ് ഇതിനെ പറയുന്നത്. സോളിഡ് കേവ് റിലേറ്റ്സ് ടു ദ ഗ്രോത്ത് ഓഫ് ദ സ്പീഷീസ് മെഷേർഡ് ആസ് ദ നെറ്റ് ആനുവൽ ഇൻക്രിമെൻറ്റ് ടു ദ പോപ്പുലേഷൻ ഓർ വെയ്റ്റ്സ് ദെയർ ഓഫ് ടു ദ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അതായത് ഈ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഏതൊരു ഇപ്പോൾ സപ്പോസ് ഫോറസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് മിനിമമാണ്, മിനിമം കപ്പാസിറ്റി ഇതാണ്, മനസ്സിലായില്ലേ? ഒരു എൻവയോൺമെൻറ്റിൻ്റെ കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ഇത് മിനിമം, ഇവിടെ മിനിമത്തിൽ തുടങ്ങുന്നു, ഇത് നെഗറ്റീവാണ്, ഇവിടെ കപ്പാസിറ്റി ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് മിനിമം കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ തുടങ്ങുന്നു, ഇവിടെ നമ്മുടെ ലെവൽ ഓഫ് സ്റ്റോക്ക് ഇവിടെ മെഷർ ചെയ്യുന്നു, ഇവിടെ നമ്മുടെ റിസോഴ്സസിനെ അബ്സോർബ് ചെയ്യാനാണ്, അതായത് ഏതൊരു റിസോഴ്സസിനെയും ഉൾക്കൊള്ളാനുള്ള നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ കപ്പാസിറ്റിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നോക്കുക, ഈ പോയിൻറ്റിൽ എന്താണ്? മിനിമം റിസോഴ്സ്
അബ്സോർപ്ഷൻ കപ്പാസിറ്റിയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ കാണിക്കുന്നത്. അപ്പം ഈ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, ഗ്രോത്ത് ഉണ്ടാകുന്നു, റിസോഴ്സിന് ഗ്രോത്ത് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെല്ലാം അബ്സോർബ് ചെയ്യണം. ഓക്കെ, ഈ ലെവൽ വരെ മാക്സിമത്തിലെത്തി. കണ്ടോ, ഇവിടെ ആയപ്പോൾ മാക്സിമം ആയി. ഇനിയിപ്പം എൻവയോൺമെൻറ്റിന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം ആയല്ലോ. ഇനി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കേവ് താഴേക്ക് പോകുന്നത്. കണ്ടോ, അപ്പം ഇതിന് മാക്സിമത്തിലെത്തി കഴിഞ്ഞിട്ട് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറഞ്ഞ് എവിടെ എത്തുന്നു, എക്സസിയിലെത്തുന്നു. എക്സസിയിലെത്തിക്കഴിഞ്ഞാൽ മാക്സിമം ആണ്. ഇതിനപ്പുറത്തേക്ക് ഇനി പറ്റത്തില്ല. മനസ്സിലായി? ഇതിനപ്പുറത്തേക്ക് റിസോഴ്സിനെ ഉൾക്കൊള്ളാനായിട്ട് എൻവയോൺമെൻറ്റിന് പറ്റാത്തൊരവസ്ഥയാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഇതെന്ത് ചെയ്താൽ നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആയിട്ട് മാറുന്നു. അത് ഇങ്ങനെ ഇവിടേക്ക് താഴേക്ക് ഇങ്ങനെ പോകുന്നു. ഇപ്പം നെഗറ്റീവ് സ്ലോപ്പിംഗ്, ഇവിടുത്തെ അതേ സിറ്റുവേഷൻ വരും, നെഗറ്റീവിലേക്ക് പോകുന്ന. ഇപ്പോൾ ഇവിടാണ് മാക്സിമം കപ്പാസിറ്റി ഓഫ് റിസോഴ്സ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്.